കുടജാദ്രിയിൽ എത്തി. ഏറ്റവും അധികം ഓക്സിജൻ കിട്ടുന്ന സ്ഥലം. അങ്ങനത്തെ സ്ഥലങ്ങൾ വേറെ ഉണ്ടാവാം. ഇടതൂർന്ന വനങ്ങൾ. അവിടെ നിന്ന് നടന്നിട്ടാണ് നമ്മൾ ചിത്രമൂലയിലേക്ക് പോകുന്നത്. ചിത്രമൂലയിലേക്ക് പോകുന്നൊക്കെ അപൂർവം ആളുകളായതിനാൽ ആ പ്രസന്റ് വൈബ്രേഷൻ അനുഭവിച്ച് അവിടെ കഴിയുന്ന അധികം ഋഷിതുല്യരായ വ്യക്തികളാണ് അന്ന് വരിക. ലക്ഷക്കണക്കിന് ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് വളരെ കുറച്ച് ആളുകൾ മൂകാംബി വരും. മൂകാംബിയിൽ നട തുറക്കുമ്പോൾ ഒരു 4-5 മലയാളികൾ ഉണ്ടാകും. അതിൽ അപൂർവമായിട്ട് കുടജാദ്രിയിലേക്ക് പോകുള്ളൂ. കുടജാദ്രിയെ പറ്റി ധാരാളം കഥകൾ ഉണ്ട്. കാരണം കുടജാദ്രിക്ക് പോകുമ്പോൾ ചിത്രമൂല, അംബാവനം, ഈ അംബാവനം എന്ന് പറയുന്നത് അംബാവനത്തിലേക്ക് പോയ ഒരാളും ഇങ്ങോട്ടും മടങ്ങി വന്നിട്ട് ആ കഥകൾ പറഞ്ഞിട്ടില്ല. ആ അംബാവനത്തിലേക്ക് പോയതിനെ പറ്റി എഴുതാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരാളെയും അംബാവനത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ചവരുണ്ട് എന്നല്ലാതെ പോയ ഒരാളായിട്ടും മരിച്ചവരോട് നമുക്ക് ഇന്റർവ്യൂ നടത്താൻ പറ്റാത്ത പോലെ തന്നെ പോയവരോട് നമുക്ക് പറയാൻ പറ്റില്ല. കഥകൾ ശ്വാസഭുക്തിയെ നിയന്ത്രിച്ച് എത്രയോ കൊല്ലം തപസ്സിരിക്കുന്നവരവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. അവിടുന്ന് നേരിട്ട് വഴി ഹിമാലയത്തിലേക്ക് ഉണ്ട് എന്ന് പറയുന്നു. ഹിമാലയത്തിനെ നമ്മൾ വേറിട്ട് കാണണ്ട, ഗംഗാനദിയും നമ്മൾ വേറിട്ട് കാണണ്ട. ഗംഗാനദി കാണാനൊന്നും പോണ്ട. കാരണം ഗംഗയുടെ ഉറവാണ് നമ്മുടെ വീട്ടിലെ കിണറിലും വരുന്നത്. അപ്പൊ ഇതിനെ മുഴുവൻ അറിയാമല്ലോ. പശ്ചിമഘട്ടത്തിന്റെ ഓരോ തുള്ളിയാണല്ലോ ശബരിമലയും ഊട്ടിയും കൊടൈക്കനാലും കുടജാദ്രിയും ഒക്കെ ഒന്ന് തന്നെയാണ്. ഓരോന്ന് വെവ്വേറെയായിട്ട് നമ്മൾ കാണുന്നു എന്നേ ഉള്ളൂ. ഇതിനെ എല്ലാം കൂടി ബന്ധിപ്പിച്ചിരിക്കുന്ന വലിയ ഒരു തരംഗമായിട്ട്, ആ മഹാബോധവുമായിട്ട് നമ്മുടെ മനസ്സ് ചേരുമ്പോൾ കുടജാദ്രി പല രൂപങ്ങളും നമുക്ക് പറഞ്ഞു തരും. മനസ്സിനെ മഹാബോധവുമായിട്ട് ചേർക്കണം. ആ മഹാബോധം ഉണരുന്നത് ഇപ്പൊ കാണുന്ന കാഴ്ചകൾ അസ്തമിക്കുമ്പോഴാണ്. കണ്ണു തുറന്നിങ്ങനെ കാണുമ്പോഴല്ല, കണ്ണടയ്ക്കുമ്പോഴാണ്. ഇക്കാരണം കൊണ്ട് തന്നെയാണ് ക്ഷേത്രങ്ങളിൽ ചെന്നിട്ട് തൊഴുന്ന സമയത്ത് അത്രയും കഷ്ടപ്പെട്ട് 5 മണിക്കൂർ ക്യൂ നിന്ന് അമ്പലത്തിലെത്തി വിഗ്രഹത്തിന്റെ മുമ്പിൽ എത്തുമ്പോഴേക്ക് അവിടെ ആള് പറയും പോവാന്ന് പറയുമ്പോ ആ ഒരു സെക്കൻഡ് കിട്ടിയാൽ കണ്ണടയ്ക്കണം. കണ്ണുകൊണ്ട് കാണേണ്ടതല്ലാതെ ഉൾക്കണ്ണുകൊണ്ട് കാണണം. അപ്പൊ കുടജാദ്രിയുടെ പശ്ചാത്തലം മുഴുവൻ ഉൾക്കണ്ണുകൊണ്ട് കാണേണ്ടത് ആണ്. അവിടെ ചിത്രമൂലയിലേക്ക് പോകുമ്പോൾ കാര്യമായിട്ട് ഞാൻ ചിന്തിച്ചത്, എൻ്റെ ചിന്തകളാണ് കുടജാദ്രി സാനുക്കളിലൂടെ എന്നുള്ള ആ പുസ്തകം. സിദ്ധി നേടി അകലേന്ന് വന്നിട്ടുള്ള ഒരാള് അംബാവനത്തിലേക്ക് പോയ കഥയാണ്. അയാളെ അന്വേഷിച്ചിട്ട് മകൻ വരുന്നു. പക്ഷെ മകൻ അച്ഛനെ പോലെ അംബാവനത്തിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. ആ മകനൊരു ഗുണപാഠം കിട്ടുകയാണ്. ഇത് എല്ലാവരും കൂടി തിരക്കിട്ട് പോകേണ്ട കാര്യങ്ങളല്ല. ഇവിടെ ജനിച്ചവരൊക്കെ അംബാവനത്തിൽ പോകണമെന്നോ ശ്വാസബുദ്ധി ഉദ്ദീപിച്ച് ആയിരക്കണക്കിന് വർഷങ്ങൾ ബോഡി അവിടെ ഉണ്ടാവും, ആത്മാവ് പുറത്തേക്ക് പോകും. ആ വകത് കാര്യങ്ങൾ ചിലവര് മാത്രം പറയുകയോ പഠിക്കുകയോ ചെയ്യേണ്ട സിദ്ധി ആണ്. അപ്പൊ അങ്ങനത്തെവർക്ക് അതൊരു റിസർച്ച് ചെയ്യാനുള്ള ഒരു വിഷയമെന്നേ ഞാനും അവകാശപ്പെടുന്നുള്ളൂ. ഞാൻ ഇതിൻ്റെ ആളുമൊന്നല്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി എഴുതിക്കൊണ്ടിരിക്കുന്ന നോവൽ തന്നെ
അന്യഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന മനുഷ്യരെ കുറിച്ചാണ്. അതൊക്കെ തെളിവുണ്ടോന്നില്ല, തെളിവില്ല. പലപ്പോഴും ലോജിക്ക് ഉണ്ടാകണമെന്നില്ല. പക്ഷെ ചിത്രമൂലയിലേക്ക് നമുക്ക് ഇറങ്ങണമെങ്കിൽ ഇപ്പൊ വരെ കുറച്ചിങ്ങോട്ട് ഇറങ്ങി വരണം. കാല് തെറ്റിയാൽ വലിയ അബദ്ധ. താഴെ നോക്കിയാൽ കൊക്കയാണ്, അഗാധതയിലേക്കാണ് പോവുക. അങ്ങനത്തെ സ്ഥലമാണ്. അന്ന് അവിടെ വെച്ചിട്ട് പരിചയപ്പെട്ടതാണ് കാളിദാസ സ്വാമി. അദ്ദേഹത്തിന്റെ ചരിത്രം കുറെ ഉണ്ട്. അദ്ദേഹത്തെ അവിടെ വെച്ച് കണ്ടു. എന്റെ പുസ്തകത്തിലും പരാമർശമുണ്ട്. ആ കൊടജാദ്രിയിൽ ഇരിക്കുന്ന ഒരു സ്വാമി അന്ന് പറഞ്ഞത്, വെള്ളം അവിടെ കിട്ടും. ഒരു ചിരട്ട കൊണ്ടുപോയി വെച്ചിട്ട് ഉറവ എന്ന് ഇറ്റിച്ചിട്ട് വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. ആ ചിരട്ടയിൽ വെള്ളം നിറയുമ്പോ കുടിക്കും. അദ്ദേഹം പല കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നു. എനിക്ക് സംസാരിക്കാനുള്ള അറിവൊന്നുമില്ല. ഈ കൊടജാദ്രിയും പ്രകൃതിയുമായിട്ട് അലിഞ്ഞു ചേർന്നത് കൊണ്ട് കിട്ടിയ വിജ്ഞാനമാണ്. വെള്ളം കുടിച്ചാൽ മതി. അതുകൊണ്ടാണല്ലോ നിരാഹാര വ്രതമൊക്കെ ഇരിക്കുന്നവര്, ഏകാശി നോൽക്കുന്നവര് വെള്ളം കുടിക്കും. വെള്ളം കുടിക്കാതെ ജീവിക്കാൻ പറ്റില്ല. ആ വെള്ളത്തിന്റെ കാരണം എന്താ? പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ് ജലം. ജലത്തിൽ പഞ്ചഭൂതങ്ങൾ 5 ഉണ്ട്. അതിന് പൃഥ്വിതത്വമുണ്ട്, ഭൂമിതത്വം. ഈ കാരണം കൊണ്ടാണ് കിണറ്റിലെ വെള്ളവും പൈപ്പിലെ വെള്ളവും കുളത്തിലെ വെള്ളവും ഒക്കെ വ്യത്യാസം തോന്നുന്നത്. ചില വെള്ളത്തിന് കനം തോന്നും. കനം തോന്നാൻ കാരണം ഭൂമിതത്വം കൂടുതലുണ്ട്. അപ്പൊ ഭൂമിയുടെ അംശം കൂടുതലുണ്ടാകുമ്പോൾ നമ്മൾ ചോറും പച്ചക്കറിയും സാധനങ്ങളൊക്കെ കഴിക്കുന്നതിന് തുല്യമായിട്ട് ഈ പച്ചവെള്ളത്തിലെ ഗുണമുണ്ട്. ഈ ഗുണങ്ങളൊക്കെ പച്ചവെള്ളത്തിൽ ഉണ്ട്. മണ്ണ് മാത്രം ഭക്ഷിക്കുന്നവർ ഉണ്ട്. മണ്ണ് തിന്നുന്ന ഒരു കുരങ്ങനെ കുറിച്ച് ഞാൻ തന്നെ എവിടെയോ എഴുതിയിട്ടുണ്ട്, എൻ്റെ ഏതൊരു പുസ്തകത്തിലുണ്ട്. മണ്ണ് എന്തോ മോശമായൊരു കാര്യമാണ് നമുക്കൊരു വിചാരമുണ്ട്. കുട്ടികൾ മണ്ണിലേക്ക് ഇറങ്ങുമ്പോൾ അയ്യോ മണ്ണ് മോശമായ കാര്യമാണ് എന്നുള്ളതിന്റെ ന്യായം ആദ്യം പറയാം. മണ്ണിലിറങ്ങിയാൽ ത്വക്ക് രോഗം വരും. അത്രമാത്രം മാലിന്യങ്ങളാണ് മണ്ണിന്റെ ഉപരിതലത്തിൽ. മണ്ണിന്റെ ഉപരിതലത്തിൽ 6 അടി കുഴിച്ചതിന് ശേഷം മണ്ണെടുത്താൽ ആ മണ്ണ് ഭക്ഷ്യവസ്തുവാണ്. ചാണകം എന്ന് പറഞ്ഞാൽ മോശമായ സാധനമല്ല, മനുഷ്യന് ഭക്ഷ്യവസ്തുവാണ്. ഇതുപോലെ മണ്ണ് തിന്നുന്ന കുരങ്ങനെ പറ്റിയിട്ട് അനുഭവം പറയാൻ കാരണം, ഒന്നും തിന്നാൻ കിട്ടാതെ ആയാൽ മണ്ണ് ഇങ്ങനെ അങ്ങനെ തിന്നുന്ന രീതിയുണ്ട്. നല്ല മണ്ണുണ്ട്. പ്രകൃതിയിൽ മണ്ണ് വളരെ പ്രധാനപ്പെട്ടതാണ്. മണ്ണും ശരീരവും തമ്മിലുള്ള ബന്ധമുണ്ട്. പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞാൽ ഉടനെ അങ്ങോട്ട് പോയിട്ട് മണ്ണ് കയറിയിട്ട് ചേറി കിടക്കുക എന്നല്ല. അത് എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇത് ഓരോന്നും നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വരുമ്പോഴാണ് മണ്ണുകൊണ്ടുള്ള ചികിത്സ വേറെ, മൂത്ര ചികിത്സ വേറെ, അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നാണ്. മൂത്ര ചികിത്സയിൽ മൂത്രം എടുക്കുമ്പോൾ തന്നെ രോഗം മാറത്തക്ക വിധം ആണ് അതിന്റെ പ്രിൻസിപ്പിൾ. അപ്പൊ ഈ കുളത്തിലെ വെള്ളം, പ്രത്യേകിച്ചും പർവ്വതങ്ങളിൽ ഉള്ള വെള്ളം, ചൂടുവെള്ളമുള്ള സ്ഥലങ്ങളുണ്ട് ഭാരതത്തില്. ഹിമാലയത്തില് കേദാർനാഥിലേക്ക് കയറുന്നോത്തി തന്നെ അവിടെ ഒരു കുളമുണ്ട്. ആ കുളത്തെ കുറിച്ചാൽ ത്വക്ക് രോഗം മുഴുവൻ മാറും. കാരണം ആ വെള്ളം ചൂടാവാൻ കാരണം ഗന്ധകപ്പാറകളുടെ ഇടയിൽ കൂടെ വരുന്ന ഉറവ ചൂട് പിടിച്ചിട്ടാണ്. അന്ന് അവിടെ ഇരുന്നിട്ട് അവിടെ ഇരിക്കുന്ന സ്വാമിയുമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഇന്നും എൻ്റെ മനസ്സിലുണ്ട്.
അദ്ദേഹം പറഞ്ഞതിന്റെ ബാക്കി ഭാഗങ്ങൾ തുടരാമെന്ന് പറഞ്ഞ് ആരാധ്യരായുള്ള ശ്രോതാക്കൾക്ക് നന്ദി പറഞ്ഞ വാക്കുകൾ സംവദിക്കുന്നു. നമസ്കാരം.